റസൂല് റിസാലത്ത് കിട്ടി, സഫാ മലയുടെ മുകളിൽ കയറി. കഅബ എന്നുള്ളത് മലകൾക്കിടയിൽ ചുറ്റപ്പെട്ടതാണ് കഅബ. മക്ക മലകളുടെ നാടാണ്. അപ്പോൾ പ്രധാനപ്പെട്ട മലയാണ് ഒന്ന് സഫ, പിന്നെ മർവ, പിന്നെ ജബൽ അബി ഖുബൈസ്, അങ്ങനെ പ്രധാനപ്പെട്ട മലകൾ. അപ്പോൾ സഫയുടെ മുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നു. എന്നിട്ട് ആ നാട്ടുകാരെ വിളിച്ചു. ഒന്നാകെ ഓരോരുത്തരെയും പേരെടുത്ത് റസൂൽ വിളിച്ചു. എന്നിട്ടെല്ലാവരും ഒരുമിച്ച് കൂടി. റസൂൽ ചോദിച്ചു, ഈ മലക്ക് പിറകിൽ ഒരു സൈന്യം നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് സത്യപ്പെടുത്തോ? അവർ പറഞ്ഞു, സത്യപ്പെടുത്തു. മാ ജറബ്നാ ഇലൈക മിൻക കദിബ, നിന്നിൽ നിന്ന് ഇതുവരെ ഒരു കളവ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ സത്യപ്പെടുത്തും. എന്നിട്ട് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, നിങ്ങൾ വിജയിക്കും. എന്താക്കി? എതിർത്തു. റസൂൽ ഹക്ക് തുടങ്ങിയപ്പോൾ അവരെതിർത്തു. പ്രയാസങ്ങളായിരുന്നു. ആദ്യത്തെ 3 വർഷം റസൂൽ രഹസ്യമായി പ്രബോധനം ചെയ്തു. പിന്നീട് അങ്ങോട്ട് മക്കയിലുള്ള ആ 13 വർഷം എന്താണ്? പ്രയാസത്തിൻ്റെ വർഷങ്ങളായിരുന്നു. 13 വർഷം ബുദ്ധിമുട്ടുകൾ അതിനെ കൂടിക്കൂടി വരികയാണ്. കുറേയല്ല, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരികയാണ്. പിന്നെ അന്ന് റസൂലിൻ്റെ കൂടെ ആരുണ്ടായിട്ടില്ല, ആരുമില്ല അന്ന്. പിന്നെ ഇങ്ങനെ റസൂലിൻ്റെ പ്രബോധനം വിശാലമായി, ആൾക്കാർ കൂടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി മദീനയിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ആ രംഗം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോകുന്നുണ്ടെന്ന് വിളംബരം ചെയ്തു. നാനാഭാഗത്തുനിന്നും മദീനയിലേക്ക് ആൾക്കാർ വന്നു റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണം. കാരണം അതിൻ്റെ മുമ്പ് ഉമറുല്ലാൻ്റെ കൂടെയും അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂടെയാണ് സഹാബാക്കൾ ഹജ്ജ് ചെയ്തത്. റസൂൽ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, ഇസ്ലാമിൽ ഒറ്റ ഹജ്ജ് റസൂൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണമെന്ന ആശയിൽ ആൾക്കാർ കൂടി. ജാബിർ പറയാണ്, റസൂൽ എന്ത് ചെയ്തു? ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു. അലൽ ബൈദ എന്ന് പറഞ്ഞാൽ 2 അഭിപ്രായമാണ്. ഒന്ന് മദീനയിലെ മീഖാത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം, വിശാലമായി എല്ലാവർക്കും പരസ്പരം കാണുന്ന ഒരു ഉയർന്ന പ്രദേശം. ആ സ്ഥലത്ത് റസൂൽ എത്തിയപ്പോൾ ജാബിർ പറയാം, ഞാൻ റസൂലിൻ്റെ അടുത്തുണ്ട്, ഒട്ടകത്തിൻ്റെ അടുത്തുണ്ട്. ഞാൻ റസൂലിൻ്റെ വലതു ഭാഗത്തേക്ക് നോക്കി. ഇല മദ്ദിബസരി, എൻ്റെ കണ്ണെത്താ ദൂരത്തോളം സഹാബാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ റസൂലിൻ്റെ ഇടതു ഭാഗത്ത് നോക്കി, അതേപോലെ എൻ്റെ കണ്ണെത്താ ദൂരത്തോളം സഹാബാക്കൾ ഉണ്ടായിരുന്നു. അതേപോലെ റസൂലിൻ്റെ മുൻപിലും പിറകിലുമായിട്ട് സഹാബാക്കളുണ്ട്. വ റസൂലുല്ലാഹി ബൈന അദ്ഹുരിന, അള്ളാഹിൻ്റെ റസൂൽ നമ്മുടെ നടുവിലായിരുന്നു. നോക്കിയേ, സഫാ മലയിൽ ആരുണ്ടായിട്ടില്ല കൂടെ. ഇന്നോ 1 ലക്ഷത്തിൽ കൂടുതൽ സഹാബാക്കൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇൻ്റെ ഹജ്ജിൽ 1 ലക്ഷത്തിൽ കൂടുതൽ സഹാബാക്കൾ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്ഷമിക്കുക അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ. വിജയം അത് മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ആക്ഷേപങ്ങളുണ്ടാവും, എതിരാളുണ്ടാവും, ഉപദ്രവിക്കാൻ ആളുണ്ടാവും, പക്ഷേ ഹക്കിനാണ് വിജയം. അത് യാഥാർത്ഥ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം തന്നെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും.